ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷം ഉറങ്ങിപ്പോയി. മൂപ്പര് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലുള്ളത് ഒരു ഏട് പിടിച്ചിട്ട് ഒരാളാണ്. ആ ഏട് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സൂറത്തു ത്വാഹ പകർത്തി എഴുതിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങൾ ഓതിയ സൂറത്തു ത്വാഹ എഴുതി വെക്കുന്ന ആളാണ്, മലക്കാണ്. ഓരോ പദത്തിൻ്റെയും താഴെ 10 10 10 10 അതെന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും കൂലി 10 10 10 10 എന്ന് എഴുതിയതാണ്. അല്ല, ഇടയിൽ ഒന്നും കൂലി എഴുതിയിട്ട് കാണുന്നില്ലല്ലോ, ബ്ലാങ്ക് ആണല്ലോ, അതെന്തേന്ന് വെച്ചു. അത് നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ വീടിൻ്റെ ജനലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്തൂടെ ആരോ പോകുന്നത് നിഴൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഓതി. അയാൾ കേൾക്കാൻ ആ 2 വരി പോയിനെന്ന്. അപ്പോൾ പതാകയൊക്കെ കെട്ടുമ്പോൾ ജില്ലാ സ്റ്റേറ്റ് നേതാക്കളൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കാണുന്നതിലെല്ലാം നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെ റബ്ബ് നേരത്തെ കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണ്ടത്. ശരിക്കും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദുആ കിട്ടാനൊന്നല്ല. അതൊരു ആരിലായ കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ ദുആ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. അത് അള്ളാഹ് ഏറ്റെടുക്കും. അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെ മനസ്സ്. അള്ളാഹു ഏറ്റെടുക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പണിയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര പൊടിപൂര പ്രഭാഷണം നടത്തിയാലും സംഘാടന വഹിച്ചാലും സ്വതക്കം കൊടുത്താലും ആ റിസൾട്ട് സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടെങ്കിലും അയാളിൽ ഒരു പൊടി തഖ്വ വർദ്ധിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.